Hi, welcome. Module 5. Module 5 Balancing of rotating masses. Balancing of rotating masses. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ മോഡ്യൂൾ 5-ൻ്റെ പാർട്ട് ബി എന്ന് പറയുന്നതിൻ്റെ അകത്ത് ചോദിക്കാൻ പറ്റുന്ന പ്രോബ്ലമാറ്റിക് ചോദ്യത്തിൻ്റെ അകത്ത് പാർട്ട് എ ഓറും ഉണ്ട്, പാർട്ട് ബി ഓറും ഉണ്ട്. എന്നിട്ട് പാർട്ട് എ ഓർ എന്ന് പറയുന്നത് ബാലൻസിങ് ഓഫ് റൊട്ടേറ്റിംഗ് മാസസ് ആണ്. പാർട്ട് ബി ഓർ എന്ന് പറയുന്നതാണ് ബാലൻസിങ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് മാസസ്. റൊട്ടേറ്റിംഗ് മാസസും ഉണ്ട്, റെസിപ്രോക്കേറ്റിംഗ് മാസസും ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. റൊട്ടേറ്റിംഗ് മാസസ് കുറച്ച് എളുപ്പമാണ്, റൊട്ടേറ്റിംഗ് മാസസ് ആണ് പറയാൻ പോകുന്നത്. അപ്പം ബാലൻസിങ് ഓഫ് റൊട്ടേറ്റിംഗ് മാസസ് ഈ ഒരു 5th മോഡ്യൂൾ എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്കിൻ്റെ അകത്ത് വെറും 4 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ആ 4 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അതാണ്ട് ഇതാണ് ആ 4 ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്, നാലാമത്തെ ക്വസ്റ്റ്യൻ ഇത്. ഇതാണ് 4 ക്വസ്റ്റ്യൻസ്. ഈ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോഡ്യൂൾ 5 നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഷുവറാണ്. കാരണം ഈ ഒരു 4 പാറ്റേൺ ആണ് തിരിച്ചും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരി. ഇനി ബാലൻസിങ് ഓഫ് റൊട്ടേറ്റിംഗ് മാസസ്, ഇതിൻ്റെ അകത്ത് 2 ഡീവിയേഷൻ ഉണ്ട്. ബാലൻസിങ് ഓഫ് റൊട്ടേറ്റിംഗ് മാസസ് ഓൺ സെയിം പ്ലെയിനും ഉണ്ട്, ഓൺ ഡിഫറൻറ്റ് പ്ലെയിനും ഉണ്ട്. ഓക്കെ, ഡിഫറൻറ്റ് പ്ലെയിനും ഉണ്ട്. ഓൺ സെയിം പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാമല്ലോ അല്ലേ? ഓക്കെ, ഓൺ സെയിം പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഷാഫ്റ്റ്. ഈ ഒരു ഷാഫ്റ്റ് വന്നിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ഷാഫ്റ്റിൽ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെ നമ്മളാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം കയറ്റി പിടിപ്പിച്ചു. അതുപോലെ തന്നെ ഇത് ഇത്രയാണ് ഒരു പ്ലെയിൻ എന്ന് വിചാരിക്കുക. ഈ ഒരു ഭാഗം എത്രയാണ് ഒരു പ്ലെയിന്. ഇവിടെ ഒരെണ്ണം പിടിപ്പിച്ചു, ഇവിടെ ഒരെണ്ണം പിടിപ്പിച്ചു, ഇവിടെ ഒരെണ്ണം പിടിപ്പിച്ചു, അങ്ങനെ വിചാരിക്കുക. അപ്പം ഈ 3 എണ്ണം വെക്കുവാണെങ്കിൽ ഒന്ന് ഇവിടെ ഇരിക്കും, ഇനി ഒരെണ്ണം ഇവിടെ ഇരിക്കും, ഇപ്പുറം ഇരിക്കും, അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. എല്ലാം ഒരു പ്ലെയിനിലായിട്ട് ഇങ്ങനെ നിൽക്കും അല്ലേ? ശരിയല്ലേ? എല്ലാം ഒരു പ്ലെയിനിലായിട്ട് നിൽക്കും, ഇങ്ങനെ നിൽക്കും. അതാണ്, അതായത് ഇതൊരു പ്ലെയിനാന്ന് വിചാരിക്കുക. ഇതൊരു പ്ലെയിൻ, ഇത് ഇത്രയാണ് ഒരു പ്ലെയിൻ എങ്കിൽ ഈ ഒരു പ്ലെയിനിൽ ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിപ്പിക്കുന്നതിനാണ് എന്തോന്ന് ഓൺ സെയിം പ്ലെയിൻ. ഇനി ഡിഫറെൻറ്റ് പ്ലെയിൻ ആണെങ്കിൽ എങ്ങനെ വരും എന്ന് വിചാരിച്ചാൽ, ഇതിപ്പോൾ ഇതിപ്പോൾ ഷാഫ്റ്റ് അപ്പോഴത്തേക്കും ഒരെണ്ണം ഇവിടെ, ഇനി ഒരെണ്ണം ഇവിടെ, ഇനി ഒരെണ്ണം ഇവിടെ, അങ്ങനെ വേറെ സ്ഥലത്ത് ഇങ്ങനെ പിടിപ്പിക്കുന്നതാണ് ഓൺ ഡിഫറെൻറ്റ് പ്ലെയിൻ. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഒരെണ്ണം ഇവിടെ വരും, ഒരെണ്ണം ഇവിടെ ആയിട്ട് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ നീണ്ടു നിൽക്കും. അപ്പം സെയിം പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഷാഫ്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇത് ഇത്രയാണ് സെയിം പ്ലെയിൻ. ഓക്കെ, ഡിഫറെൻറ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞാലോ ഒന്ന് ഇവിടെ ആയിരിക്കാം, ഇവിടെ ഇപ്പോൾ ഇതൊരു പ്ലെയിൻ, ഇതൊരു പ്ലെയിൻ, ഇതൊരു പ്ലെയിൻ, ഇതൊരു പ്ലെയിൻ, ഇതൊരു പ്ലെയിൻ. അപ്പം ഇതാണ് ഡിഫറെൻറ്റ് പ്ലെയിൻ. ഈ വെക്കുന്ന ഈ മാസസ് എല്ലാം വന്നിട്ട് ഒരേ പ്ലെയിനിൽ തന്നെ ഇരിക്കുന്നെങ്കിൽ അത് ഓൺ സെയിം പ്ലെയിന്. വേറെ പോലെ ആണെങ്കിൽ അത് ഡിഫറെൻറ്റ് പ്ലെയിന്. ഇപ്പോൾ ഡിഫറെൻറ്റ് പ്ലെയിനിനെ ഇപ്പോൾ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും സംഭവം. 1 2 3 4 അങ്ങനെയുള്ള രീതിയിൽ ഇരിക്കുമെന്ന് വിചാരിച്ചോ. ഇങ്ങനെയുള്ള രീതിയിലിരിക്കും. ഇതൊരു ഷാഫ്റ്റ് ആണെങ്കിൽ ഇത് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ വരും. ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ നീണ്ടു നിൽക്കാം, ഇവിടെ നിന്ന് ഇങ്ങനെ നീണ്ടു നിൽക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് ഒരു ഷാഫ്റ്റ് ആണെങ്കിൽ ഒരു ഷാഫ്റ്റിൻ്റെ അകത്ത് ഒരേ ഇതിൽ തന്നെയാണ് അങ്ങോട്ടും വേറെ പല ആംഗിളിൽ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്തോന്നാണ് ഓൺ സെയിം പ്ലെയിന്. ഒരു ഷാഫ്റ്റിൻ്റെ അകത്ത് പല ഇവിടെ അങ്ങനെ പല പ്ലെയിനിലായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് ഡിഫറെൻറ്റ് പ്ലെയിൻ. അത്രേ ഉള്ളൂ. ജസ്റ്റ് ആ ഒരു കാര്യം മനസ്സിലാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എന്തെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യാൻ നോക്കാം. കോപ്പിറൈറ്റ് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും സീനായില്ലെങ്കിൽ. ഓക്കെ, അപ്പം ഓൺ സെയിം പ്ലെയിൻ, ഓൺ ഡിഫറെൻറ്റ് പ്ലെയിൻ. ഓക്കെ, അപ്പം സെയിം പ്ലെയിനിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ, അതായത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം ഇങ്ങനെ കറക്കാൻ നേരത്തെ ഇപ്പോൾ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ ഒരു സാധനം ഇതിനകത്ത് നീണ്ടു നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കറക്കാൻ നേരത്തെ ഇങ്ങനെ കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? ഇതിങ്ങനെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് കുറേ ഇങ്ങനെ കറങ്ങാൻ നേരത്തെ ഇതിൻ്റെ അകത്ത് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇങ്ങനെ വരും. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇത് സംഭവം ബാലൻസ്ഡ് അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ബെൻഡിങ് ഫോം ചെയ്തേക്കാം ഇതിൽ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ കൊണ്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം കാറയിൽ ഒക്കെ വന്നിട്ട് നമ്മൾ വീൽ ബാലൻസിങ് ചെയ്യും. അതായത് വീലിന് ഇങ്ങനെ അലൈൻ ചെയ്യിപ്പിച്ചിട്ട് എവിടെയാണോ കറക്റ്റ് ആംഗിൾ അവിടെ വെച്ച് അവിടെ നമ്മളൊരു ചെറിയ വെയിറ്റ് കൊടുക്കും. ആ വെയിറ്റ് കൊടുക്കാൻ നേരത്തെ ആ വീല് ബാലൻസ്ഡ് ആവും, കംപ്ലീറ്റ്ലി ബാലൻസ്ഡ്. അതാണ് സെയിം സംഭവമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവർ പറയും ഒരു സാധനമുണ്ട്, ഒരു ഷാഫ്റ്റ് ഉണ്ട്, അതിനകത്ത് ഇന്ന സ്ഥലത്തൊക്കെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ സംഭവം ബാലൻസ്ഡ് അല്ല. അപ്പം നിങ്ങൾ ഇതിനെ ബാലൻസ് ആക്കണം. ബാലൻസ് ആക്കണം എന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ നോക്കാൻ നേരത്തെ ഇതിൻ്റെ അകത്ത് ഏതോ ഒരു കറക്റ്റ് ആംഗിൾ, ഇവിടെ നിന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏതോ ഒരു കറക്റ്റ് ആംഗിളിൽ കൊണ്ടുപോയി നമ്മൾ ഒരു റേഡിയസ് ഉള്ള ഒരു മാസിനെ കൊണ്ട് ഇങ്ങനെ നിർത്തണം. അതിൻ്റെ അകത്ത് എത്ര മാസാണ്, നമ്മൾ ഏത് ആംഗിളിലാണ് ഇത് പിടിപ്പിക്കുന്നത്, എവിടെയായിട്ടാണ് ഇത് പിടിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ചോദ്യം 2 എണ്ണത്തിനും സെയിം ആണ്. ഫൈൻഡ് ദ ആംഗുലാർ പൊസിഷൻ കണ്ടുപിടിക്കുക. അതുപോലെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ മാസ്.
എത്ര വെയിറ്റ് ആണ് കൊണ്ടുപോയി വെക്കേണ്ടത്. ഇപ്പോൾ ഒരു കാറിൻ്റെ വീലായിരിക്കുന്നതെന്ന് വിചാരിച്ചത് പല സ്ഥലത്തായിട്ടല്ലേ ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളത് റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് ഏതോ ഒരു പൊസിഷനിലായിരിക്കും അവിടെ ഒരു വെയിറ്റ് വേണ്ടത്. ആ വെയിറ്റ് നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ വീല് കംപ്ലീറ്റ്ലി ബാലൻസ് ആവും. അതാണ് കോൺസെപ്റ്റ്. അപ്പം നമ്മളൊരു മാസ് കൊണ്ടുപോയി വെക്കും. ഒന്നെങ്കിൽ അത് ചിലപ്പം ഇത്ര എന്നാ പറഞ്ഞാൽ ഇപ്പം കാറിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ വളരെ ചുരുക്കം ഒരു ചെറിയ വെയിറ്റ് ഒക്കെയാണ് കൊണ്ട് വെക്കുന്നത്. ഇങ്ങനെ 5 ഗ്രാം അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് വെക്കുന്നത്. 25 ഗ്രാം 10 ഗ്രാം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. അപ്പം അതുപോലെ ഒരു ഷാഫ്റ്റിൻ്റെ കേസിൽ വരാൻ നേരത്ത് അപ്പം ഇവിടെ വരേണ്ട മാസ് എത്ര മാസ് എവിടെയായിട്ട് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ബാലൻസ് ആകും എന്നുള്ളതാണ് ഇത്. ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബാലൻസ് അല്ലെങ്കിൽ അതിങ്ങനെ കറങ്ങാൻ നേരത്ത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ചിലപ്പോൾ ഒരു ബെൻഡിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതാണ് അതിൻ്റെ ഒരു സംഭവം. ഓക്കെ, ഞാൻ ഒരുപാട് ഇങ്ങനെ തിയറി ഒന്നും ഇങ്ങനെ പറയുന്നില്ല. നമുക്ക് നേരെ കണക്കിലേക്ക് പോകാം. കാരണം ഈ ഒരു 4 കണക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഷുവറായി 4 കണക്കും പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ 5th മുതൽ ഷുവറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. വേറെ കോംപ്ലിക്കേഷനോ വേറെ കൺഫ്യൂഷനോ ഒന്നുമില്ല. ഓക്കെ, അത് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. സെയിം പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഷാഫ്റ്റിൻ്റെ അകത്ത് ഒരേ പ്ലെയിനിൽ വേറെ ആംഗിളിലായിട്ട് നിൽക്കും. ഓക്കെ, ഇങ്ങനെ ഇവിടെ വല്ല നിൽക്കും. പക്ഷേ ഡിഫറെൻറ്റ് പ്ലെയിൻ ആണെങ്കിലോ പല സ്ഥലത്താണ്. ഒന്നെങ്കിൽ ഇവിടെ നിൽക്കാം, ഇനി ഒരെണ്ണം ഇപ്പുറത്തെ പ്ലെയിനിൽ ഇങ്ങനെ നിൽക്കാം, ഇനി ഒരെണ്ണം ഇപ്പുറത്തെ പ്ലെയിനിൽ ഇങ്ങനെ നിൽക്കാം. അങ്ങനെ പല പ്ലെയിനിൽ പല ആംഗിളായിട്ട് നിൽക്കാം. അത്രേ ഉള്ളൂ. എന്തെങ്കിലും അറ്റാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അറ്റാച്ച് ചെയ്തോളാം, വീഡിയോ അല്ല ക്ലിപ്പിംഗ് അല്ല. ഓക്കെ, ശരി. അപ്പം സെയിം പ്ലെയിന് ഡിഫറെൻറ്റ് പ്ലെയിന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 അകത്ത് കണക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു കാര്യം കൂടെ. അതായത് ഇപ്പോൾ സെയിം പ്ലെയിനിലാണെങ്കിൽ അതിൻ്റെ സൈഡ് വ്യൂ എന്ന് വെച്ചാൽ ഇതാണ് കറങ്ങുന്ന ഷാഫ്റ്റ് എങ്കിൽ ഇതിങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇത് നമുക്ക് സൈഡ് വ്യൂ എങ്ങനെ ഇരിക്കും. അതായത് ഇതൊരു ഷാഫ്റ്റ് സൈഡിൽ കൂടെ നോക്കുമ്പോൾ അതിൻ്റെ പ്ലെയിൻ ഇങ്ങനെ ഇവിടെ ഒരെണ്ണം വരും. ഇവിടെ ഒരു മാസ് വെച്ച് ഇവിടെ ഒരെണ്ണം വരും. ഇങ്ങനെയാണ് നിൽക്കുന്നത്. ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ടോപ്പ് വ്യൂ എന്ന് പറയാൻ നേരത്ത് മണ്ടയ്ക്ക് നോക്കാൻ നേരത്ത് ഇതൊരു ഷാഫ്റ്റ് അല്ലേ, ഇതൊരു ഷാഫ്റ്റ്. അപ്പം ഇതിൻ്റെ സെയിം പ്ലെയിൻ അല്ലേ, സെയിം പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരെണ്ണം വരാം. ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽക്കാം, കാണാമല്ലോ അല്ലേ. പിന്നെ ഒരെണ്ണം ഇങ്ങനെ ഇങ്ങോട്ട് വരാം, അങ്ങോട്ട്. അപ്പോൾ ഇതെല്ലാം ഒറ്റ പ്ലെയിനിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് പ്ലെയിൻ ആണെങ്കിലോ ഡിഫറെൻറ്റ് പ്ലെയിനിൽ സൈഡ് വ്യൂ എങ്ങനെ വരും? സൈഡ് വ്യൂ എന്ന് പറയാൻ നേരത്ത് ഇതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഇതിപ്പോൾ ഷാഫ്റ്റ് ആണെങ്കിൽ ഇതിവിടെ ഇങ്ങനെ നിൽക്കാം, ഇതിങ്ങനെ നിൽക്കാം. ഇതാണ് സൈഡ് വ്യൂ. ടോപ്പ് വ്യൂ എങ്ങനെ വരും? ടോപ്പ് വ്യൂ എന്ന് പറയാൻ നേരത്ത് ഇതിപ്പോൾ ഷാഫ്റ്റാന്ന് വിചാരിക്കുക. ഇത് ഷാഫ്റ്റ് ആണെങ്കിൽ ഇവിടെ ഒരെണ്ണം വരാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ സെയിം പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഷാഫ്റ്റിൽ ഒരേ പ്ലെയിനിൽ തന്നെ വരും. കണ്ടോ, ഒരേ ഭാഗത്ത് തന്നെ പല ആംഗിൾ. ചിലപ്പോൾ ഇവിടെ ഒരെണ്ണം അങ്ങനെ പല ആംഗിൾ. ഡിഫറെൻറ്റ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഷാഫ്റ്റിൽ പല പ്ലെയിനിൽ ഇവിടെ ഒരു പ്ലെയിന്, ഇതൊരു പ്ലെയിൻ. ഇപ്പോൾ മനസ്സിലായോ? ഇതാണ് സെയിം പ്ലെയിൻ, ഇതാണ് ഡിഫറെൻറ്റ് പ്ലെയിൻ. അത്രേ ഉള്ളൂ.